ഹലോ, വെൽക്കം ടു ലൈഫ് ടൈം ജെംസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു നെത്തൽ പീര വറ്റിച്ചതാണ്. അതിനായി നമുക്ക് നെത്തൽ നന്നാക്കി കഴുകിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നെത്തലൊക്കെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിന് ഒരു 10-20 ചുള ചുവന്നുള്ളി, അതേപോലെ ഒരു 10 ചുള വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 ടീസ്പൂൺ പുളിവെള്ളം, പെരുംജീരകം, ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പെരുംജീരകം ഞാൻ 1 ടീസ്പൂണാണ് എടുത്തത്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഞാൻ ഇഞ്ചി ചേർക്കുക വേണമെങ്കിൽ ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ തേങ്ങ മിക്സിയിലിട്ടിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്ത് വരാം നമുക്ക്. ഒരു ടീസ്പൂൺ പെരുംജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അപ്പോൾ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒതുക്കാം കേട്ടോ. ഞാനതിൻ്റെ കൂടെ ഒതുക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിലേക്ക്. നമുക്ക് ഈ വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് ചതച്ചത്, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങ അധികം ഒന്നും മൂപ്പിക്കണ്ട. തേങ്ങ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സിയിലുള്ള തേങ്ങ മുഴുവൻ വടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മീൻ ഇതിലേക്ക് കൊട്ടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തേങ്ങയും മുളക് പൊടിയൊക്കെ മിക്സായി വരണമല്ലോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് 2 ടീസ്പൂൺ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളിത് ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. പിന്നെയാണെങ്കിൽ നെത്തലൊന്നും അധികം വേവില്ലാത്തതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം നമ്മൾ മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചാൽ മതി. എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ? എന്താണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അഭിപ്രായമൊക്കെ. അപ്പോൾ നമ്മൾ ഈ വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് അധികം വേവില്ലാത്തതാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഒന്ന് തിള വരുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. അങ്ങനെ നെത്തൽ ഏകദേശം ആവാനായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. സൂപ്പറാണ്, നെത്തൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു.